ഇനി എല്ലാവരും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് കേരളം മൊത്തം അവിടെ എന്ത് സംഭവിക്കും, ആ മണ്ഡലത്തിലെ റിസൾട്ട് എന്താകും എന്നറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ശരത് ചന്ദ്ര പ്രസാദും വി മുരളീധരനും നേർക്കുനേർ പോരാടുമ്പോൾ കഴക്കൂട്ടം കഴിഞ്ഞ തവണ NDA 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. BJP ജയിക്കാൻ സാധ്യതയുള്ള അവരുടെ രണ്ടാമത്തെ മണ്ഡലമായി വിചാരിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മണ്ഡലവുമാണ്. അവിടെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നൊരു മാധ്യമ പ്രവർത്തക ഈ ശരത്ചന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിമർശനം നടത്തി. അപ്പോൾ അതിന്റെ താഴെ വന്നൊരു കമന്റ്, 1991 ശരത്ചന്ദ്ര പ്രസാദ് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ ഈ കുട്ടി ജനിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. 91 ജയിച്ചതിന് ശേഷം പല മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം ഇത്തവണ കഴക്കൂട്ടത്താണ് ടി ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അതിലുപരി BJP അതിഭയങ്കരമായി വലിയ പ്രതീക്ഷയോടെ ഫലം കാത്തിരിക്കുന്ന മണ്ഡലമാണ്. തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് താമര വിരിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ പ്രേക്ഷകർ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചോളൂ. കഴക്കൂട്ടത്ത് എന്താണ് സംഭവിക്കുന്നത്, കഴക്കൂട്ടത്ത് ആർക്കാണ് മുൻതൂക്കം? വരട്ടെ. ഇല്ല, അവിടെ ബലാബലമാണ്. കഴക്കൂട്ടത്ത് LDFും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കുകയാണ്. ഈ ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമുക്കൊരു പെർസെന്റേജ് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ടൈറ്റ് ഫൈറ്റ് ആണോ അഖിലേ? സ്വാഭാവികമായിട്ടും രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലും 2.5 താഴെ മാർജിനാണുള്ളത്. നമുക്കത് ഒരു മാർജിൻ എത്രയാണെന്ന് കൃത്യമായി പറയാത്തതിന്റെ കാരണം അത് ഈ 2%, 3% ആളുകളെയൊക്കെ നമ്മുടെ സർവേയും സ്വാധീനിക്കും. ഇന്നാൾക്കാണ് വിജയ സാധ്യത, അല്ലെങ്കിൽ ഇന്നാളാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 2.5 താഴെയാണ്. 2.32 2.5 എന്ന് പറയുമ്പോൾ വളരെ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. രണ്ടുപേർക്കും തുല്യ സാധ്യത. മാർജിൻ ഓഫ് എറർ കൂടി കണക്കാക്കും. അതായത് ഇപ്പോൾ നിലവിൽ LDF 40.86 NDA 38.54. LDFന് ഒരു ചെറിയ വേഫർ തിൻ എഡ്ജ് ഉണ്ട്. അവിടെ ഇത് നമ്മുടെ A കാറ്റഗറി മണ്ഡലമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ A കാറ്റഗറി മണ്ഡലമാണ്. ഇത് ഈ 7-8 ദിവസത്തിനിടയിൽ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. 30-ാം തീയതി സാമ്പിൾ എടുത്ത മണ്ഡലമാണ്. ഏറ്റവും ലാസ്റ്റ് ദിവസം സാമ്പിൾ എടുത്ത മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. നമ്മൾ 500 കൂടുതൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു മുൻതൂക്കം വാർഡുകളുടെ ഡിവിഷനുകളുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായ മത്സരം വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലാണ്. ഒരു പക്ഷേ ചിത്രത്തിലില്ല എന്ന് തന്നെ പറയാം. ശരത്ചന്ദ്ര പ്രസാദ് ഒരു മത്സരം വളരെ ക്ലോസ് ആയിട്ടാണ്. അതെ, അവിടെ മത്സരം വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലാണ്. ടൈറ്റ് ഫൈറ്റ് ആണ്. ഒരു ചെറിയ നേരിയ മുൻതൂക്കം. കഴിഞ്ഞ പ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രൻ 23,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണത്. ഇത്തവണ വി മുരളീധരൻ അവിടെ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം അവരുടെ ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റും കൂടിയാണ്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ, കെ സുരേന്ദ്രനെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലെ വലിയൊരു സ്ഥാനാർത്ഥിയാണ് BJP സംബന്ധിച്ച് വി മുരളീധരൻ. അവർ മുമ്പും 2ാം സ്ഥാനത്ത് വന്നൊരു മണ്ഡലമാണ്. അപ്പം 2016 വി മുരളീധരൻ വന്നാണ് കഴക്കൂട്ടത്ത് BJPക്ക് ഇത്രയും വോട്ടുണ്ട് എന്ന് തെളിയിച്ചത്. അതെ, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഒപ്പം തന്നെ മറ്റ് ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ വളരെ ക്ലോസ് ഫൈറ്റ് ആണ്. BJPക്കും ജയിക്കാം. അതായത് അക്കൗണ്ട് തുറക്കുന്നത് നിയമത്തായിരിക്കില്ല ഒരുപക്ഷെ ആ അക്കൗണ്ട് തുറക്കാൻ കഴിയുക കഴക്കൂട്ടത്ത് ആകാനും സാധ്യതയുണ്ടെന്ന് നമ്മുടെ സർവേ. അതായത് LDF 40.86, NDA 38.54, 2.32 വ്യത്യാസം മാത്രമാണ് LDFും NDAയും തമ്മിലുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഈ സാമ്പിളിന്റെ അതായത് സർവേയുടെ രീതി അനുസരിച്ച് 2.5% താഴെയാണെങ്കിൽ ബലാബലമാണ്. ടൈറ്റ് ഫൈറ്റ് ആണ്. ടു ക്ലോസ് ടു കോൾ. അതാണ് കഴക്കൂട്ടത്തിന്റെ അവസ്ഥ.